മാഡം, ആളുകൾ ഭയങ്കര വയലന്റാ. മാഡത്തെ പോലുള്ളവർക്ക് ഇടപെടാൻ പറ്റുന്ന ഒരു കേസല്ല ഇത്. ആക്രമിക്കപ്പെട്ടിരിക്കുന്നത് ഒരു പെൺകുട്ടിയാണ്. അതുകൊണ്ട് തന്നെ കേസിന് വല്ലാത്ത ബലമാണ്. പിള്ളേ, എന്താ ഇത്? സത്യമേ, ഇതിലെന്തോ ചതി നടന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ല. ഭാമേ, ശാലിനി വിളിക്ക്. എന്നിട്ടേ വിഷ്ണുവിനെ ശേഷി നടക്കാൻ പറ. ഇല്ലെങ്കിലും അവര് നമ്മളെ വിഷ്ണുവിനെ തല്ലിച്ചതയ്ക്കും. ഭാമേ, വിളിക്കാനാ പറഞ്ഞേ. രാഘവട്ടൻ, ഞാൻ വിളിക്കാം. എന്താ അവിടെ നടന്നേന്നറിയാതെ നമ്മൾ എങ്ങനെയാ ശാലിനി വിളിക്കുന്നത്? ആ, അപ്പോ നമ്മുടെ വിഷ്ണു അവൻ തെറ്റിച്ചേരുണ്ടെന്നാ ഭാമ പറയുന്നേ. അങ്ങനെയല്ല രാഘവേട്ട. ഇതിപ്പോ ശാലിനിയെ പോലെ ഒരാളെ ഇടപെടുമ്പോ ന്യായം നമ്മുടെ ഭാഗത്തായിരിക്കണ്ടേ? ഇതിപ്പോ ആ പെണ്ണിന്റെ മുഖത്തുനിന്ന് ചോരയൊക്കെ വരുന്നില്ലേ? ചാനലുകാരും നാട്ടുകാരും ആ പെണ്ണിന്റെ ഭാഗത്തും അല്ലേ? അതൊന്നും എനിക്കറിയണ്ട. നീ ഇപ്പം ശാലിനി വിളിക്കാൻ നോക്ക്. എന്നിട്ട് വിഷ്ണു ഇറക്കാൻ പറ. ഇല്ലെങ്കിൽ ഞാൻ കളക്ടറേറ്റിലേക്ക് അങ്ങ് പോവും. എന്റെ മോനെ രക്ഷിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വമാ. അയ്യോ സാറേ, പോവല്ലേ. സത്യമേ, ശാലിനി കുഞ്ഞിനെ വിളിച്ച് സംസാരിക്ക്. ഇല്ലെങ്കിൽ രാഘവൻ സാറെ ഇറങ്ങി ഒരു പോക്കങ്ങ് പോവും. പിന്നെ ഇതിൽ കൂടുതൽ പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാവുക. രാഘവേട്ട, ഞാൻ വിളിക്കാം. എടോ, എന്റെ മോനെ പോലീസ് പിടിക്കുന്ന വീഡിയോ കാണാൻ ഇനി കണ്ട തന്റെ ഫോണല്ലോ തലമുണ്ട അടിച്ച് പിടിക്കും. ഇല്ല സാറേ. കണ്ടു സൂക്ഷിക്കുക. പൊന്നി, ശിവനെ എങ്ങനെയെങ്കിലും പുറത്തിറക്കില്ലെങ്കിൽ രാഘവൻ സാർ ഈ വീടെടുത്ത് തിരിച്ചു വെക്കും. ഉറപ്പാ. ശരിയാ പിള്ളച്ചേട്ടാ. മോളെ ശാലിനി, എന്തൊക്കെയോ കുഴപ്പങ്ങളിൽ ശിവൻ ചാടിയിട്ടുണ്ടല്ലോ. മോളെ, രാഘവേട്ടൻ ഇവിടെ വലിയ ബഹളത്തിലാ. വിഷ്ണുവിനെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കാൻ മോളെ വിളിക്കാനാ പറയുന്നത്. വിളിച്ചില്ലെങ്കിൽ ഇറങ്ങി സ്റ്റേഷനിലേക്ക് പോകുന്ന പറയുന്നത്. അച്ഛനോട് പറയമ്മേ, ഞാൻ സ്റ്റേഷനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന്. ഇനി ഞാൻ പറയണമെങ്കിൽ പറയാം. എന്നാ മോള് തന്നെ കാര്യങ്ങൾ അങ്ങ് നേരിട്ട് പറ, ഞാൻ കൊടുക്കാം. ശാലിനി, എന്താ പറയണ്ടെന്ന് വെച്ചാ നേരിട്ട് പറ. മക്കളെ, ശാലിനിയെ കള്ളക്കേസാ. വിഷ്ണുവിന് നേരെ കള്ളക്കേസ് കൊടുത്തേക്കുവാ. മോളി എന്നാലേ അവനെ വിടത്തുള്ളൂ. ഇല്ലെങ്കിലേ അവനെ അവർ ഉപദ്രവിക്കുന്നേ. ഇല്ലച്ചാ, അത് ഞാൻ വിളിച്ച് എല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇത് കള്ളക്കേസാ. കേസാക്കിയതുകൊണ്ട് സ്റ്റേഷൻ വരെ ഒന്ന് പോവേണ്ടി വരും. അച്ഛൻ വിഷമിക്കണ്ട, വേണ്ടത് ഞാൻ ചെയ്തോളാം. ശരി മക്കളെ. പിന്നെ എന്നിട്ട് വേഗം അവനെ കൂട്ടിക്ക് വാ. പെട്ടെന്ന് കൂട്ടി വരണേ. നീ എന്തൊന്നും പറയാത്തെ? വേഗം അവനെ കൂട്ടി ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ. ഇല്ലെങ്കിലേ ഞാൻ ഇങ്ങോട്ട് വരുവേ. വേണ്ടച്ചാ, ഞാൻ വന്നോളാം. എന്നാ ശരി. മോള് വെച്ചോ. വേഗം വരണം കേട്ടോ. ഇയാളെ ഫോൺ തേടോ. അയ്യോ, ഞാനത് മാറ്റി വെച്ചു സാറേ. അതാ തനിക്ക് നല്ലത്. പെൺവാണിഭ വീരനും സ്ത്രീ പീഡകനുമായ ഇയാൾക്കെതിരെ നാട്ടുകാർ ഒന്നടങ്കം തിരിഞ്ഞു കഴിഞ്ഞു. അവനെ ഇങ്ങോട്ട് പുറത്തേക്ക് ഇറക്കി വിട് സാറേ. ഞങ്ങൾ ഉണ്ടാക്കി തരാം തീരുമാനം. ആ പീഡന വീരനെ പുറത്തേക്ക് കൊണ്ടുപോ സാറേ. അങ്ങോട്ട് ഇറങ്ങിക്കോ. തള്ളിക്കയറി പോകുന്ന എങ്ങോട്ടാ? അവനെ രക്ഷിക്കാനുള്ള വല്ല പ്ലാനുമാണ് അകത്ത് നടക്കുന്നെങ്കിലേ
ഞങ്ങളാരും വെറുതെ ഇരിക്കും തോന്നണ്ട. തെളിവ് സഹിതമാ അവനിപ്പോ പിടിച്ച് തന്നിരിക്കുന്നേ. പറഞ്ഞില്ലെന്ന് വേണ്ട. അവനാരാ, ഗുണ്ടയോ? അവനെ പേടിച്ച് ആർക്കും ഇവിടെ ജീവിക്കണ്ടേ? തല്ലി കയ്യും കാലും ഓടിക്കണം സാറേ. ഒരു പാവം പെൺകുട്ടിയോട് ഇങ്ങനെയൊക്കെ കാണിച്ചവൻ പുറലോകം കാണിക്കരുത് സാറേ. അതൊക്കെ ചെയ്യേണ്ടവര് ചെയ്തോളും. അതിനൊക്കെ അധികാരപ്പെട്ടവരെ ആകത്തുണ്ട്. ചെയ്താ മതി. എന്നിട്ടേ ഞങ്ങളിവിടുന്ന് പോകുന്നുള്ളൂ. അവനെ രക്ഷിക്കാൻ വേണ്ടി കളക്ടർ എത്തിയല്ലോ. ഇനി നോക്കിക്കോ, അവനെ ഇവരിവിടുന്ന് പുല്ല് പോലെ ഇറക്കിക്കൊണ്ടു പോകും. മാഡം, ആളുകൾ ഭയങ്കര വയലന്റാ. മാഡത്തെ പോലുള്ളവർക്ക് ഇടപെടാൻ പറ്റുന്ന ഒരു കേസല്ല ഇത്. ആക്രമിക്കപ്പെട്ടിരിക്കുന്നത് ഒരു പെൺകുട്ടിയാണ്. അതുകൊണ്ട് തന്നെ കേസിന് വല്ലാത്ത ബലമാണ്. അവനെ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കാതെ ആൾക്കാർ സ്റ്റേഷന്റെ മുന്നിൽ നിന്ന് പോകില്ല മാഡം. എനിക്ക് അകത്തേക്ക് കയറാലോ? തീർച്ചയായും. അവന്റെ രക്ഷയ്ക്ക് വേണ്ടി മാഡത്തിന്റെ ഭാഗത്തു നിന്നൊരു നീക്കം ഉണ്ടാകരുതെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അവനെതിരെ ജനങ്ങൾ അത്രയ്ക്ക് വയലന്റാ. റസാഖുണ്ടോ അകത്ത്? ഉണ്ട് മാഡം. എനിക്ക് റസാഖിനെ കാണേണ്ടത്. വരൂ മാഡം. മാറ്റി നിർത്തണ പോലെ. ആ ഓക്കെ, ആ വേണ്ടത് ചെയ്തോളാം. ശരി. മാഡം, അയാളെ തുറന്നുവിട്. അയാളെ എന്തിനാ ഇങ്ങനെ സെല്ലിനകത്ത് ഇട്ടിരിക്കുന്നത്? മാഡം, ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് മോഹന വാഗ്ദാനം നൽകി വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്ന് ക്രൂരമായി പീഡിപ്പിക്കുകയായിരുന്നു. വൈറലായ വീഡിയോ കണ്ട് ജനങ്ങൾ വരെ വയലന്റ് ആയിരിക്കുക. പുറത്ത് നിൽക്കുന്നവരെല്ലാം ഇവനെ ഒന്ന് കൈ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് മാഡം. മാഡം ദാ നോക്കിയേ. ഇത്തരം ഒരു വീഡിയോ മാത്രം മതിയല്ലോ ഒരാളെ കുറ്റവാളിയാക്കാൻ. റസാഖെ, ഇതൊരു ഫേക്ക് വീഡിയോ ആണ്.